എന്റെ ചോദ്യം UDF-ന്റെയും LDF-ന്റെയും പ്രതിനിധിയോടാണ്. ഈ നാടിനെ വർഗീയമായി വിഭജിക്കുന്ന, ഈ നാട്ടിൽ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന RSS, SDPI, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും RSSന്റെയും വർഗീയവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായി തള്ളി പറയാൻ രണ്ട് ജനാധിപത്യ കക്ഷികൾ എന്നുള്ള നിലയ്ക്ക് UDF-ന്റെ പ്രതിനിധിക്കും LDF-ന്റെ പ്രതിനിധിയും തയ്യാറുണ്ടോ? ഇതാരാ യുദ്ധഭൂമിയിൽ ഒരു പുതിയ പഠനം? ഞങ്ങൾ വളരെ കാലം മുമ്പേ പറഞ്ഞതാണ്, ഇപ്പോഴും പറയുന്നു, 1000 വട്ടം പറയുന്നു. SDPIയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട, RSSന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. SDPI നാടിനെ തകർക്കുന്നവരാണ്, നാട്ടിൽ മതരാഷ്ട്രവാദം ഉയർത്തുന്നവരാണ്. അവരെ നമ്മൾ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത്, കൂട്ടി നിർത്തുകയല്ല വേണ്ടത് എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു. ഇനി ഏമാനായിരുന്നോ? സ്ഥലമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. SDPIയെ തള്ളിപ്പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ആ പരാജയം ഞങ്ങൾ അഭിമാനത്തോടെ സ്വീകരിക്കും, അഭിമാനത്തോടെ ഏറ്റുവാങ്ങും. അങ്ങനെ SDPIയെയും വർഗീയതയും എതിർത്തതിന്റെ പേരിൽ ഞങ്ങൾ ആയുഷ്കാലം പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നാൽ ഞങ്ങൾ ഇരിക്കും, പ്രതിപക്ഷത്തിരിക്കും. പക്ഷേ ഞങ്ങൾ SDPIയുടെ വോട്ട് വേണ്ട. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അവരുടെ നിലപാട് വീണ്ടും വീണ്ടും പുനരാവിഷ്കരിക്കേണ്ടതില്ല. തയ്യാറുണ്ടോ ഇല്ലേ? തയ്യാറുണ്ടോ ഇല്ലേ? തയ്യാറുണ്ടോ ഇല്ലയോ? യെസ് ഓർ നോ എന്ന ചോദ്യം DYFI ക്ലാസ്സിൽ ചോദിച്ചാൽ മതി. ഇവിടെ ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കും, എന്നെ പഠിപ്പിക്കണ്ട. മനസ്സിലായില്ലേ? ഞാൻ എന്ത് പറയണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. അതൊക്കെ എട്ടായിട്ട് മടക്കി കൈ വെച്ചിരുന്നാൽ മതി. ഇനി ഞാൻ പറയുന്നത് കേട്ടോളൂ. ചോദ്യം വ്യക്തമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും RSSന്റെയും വോട്ട് വേണ്ട എന്ന് UDF പറയുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് യെസ് ഓർ നോ എന്ന് പറയണമെന്ന് പറഞ്ഞാൽ അതങ്ങ് വേറെ വലത്തും പോയി പറഞ്ഞാൽ മതി. ഞാൻ എന്ത് പറയണം? അനിയ വിളച്ചിലൊന്നും വേണ്ട, ഞാൻ എന്ത് പറയണമെന്ന് ഞാൻ തീരുമാനിക്കട്ടെ, ഞാൻ പറയട്ടെ. നിങ്ങൾ സരിനാണെന്ന് എനിക്കറിയാം, നിങ്ങൾ സരിന്മാരാണെന്ന് എനിക്കറിയാം. നിങ്ങൾ സന്ദീപ് വാര്യർ അല്ലെങ്കിൽ നിങ്ങൾ സരിന്മാരാണ്. നീ ബാക്കി കേട്ടോളൂ. എഴുന്നേറ്റ് ചോദിക്കും. അതെ, സരിന്മാരാണ്, വിവരവും വിദ്യാഭ്യാസമുള്ള കൂട്ടത്തിൽപ്പെട്ടവരാണ്. പക്ഷേ അവസരവാദി കൂടിയാണ്. മലപ്പുറത്താണെന്ന് പറഞ്ഞ ആളല്ല. മണ്ണാർക്കാട് തിരുവിഴാങ്കുന്നത്ത് കാട്ടാന ചെരിഞ്ഞപ്പോ മലപ്പുറം ജില്ലയിലാണെന്ന് പറഞ്ഞവരല്ല ഞങ്ങള്. വിവരവും വിദ്യാഭ്യാസവും എഴുത്തും വായനയും ഉള്ളവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ്. അതാണ് ഞങ്ങളുടെ പ്രശ്നം. എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. അദ്ദേഹം ആദ്യം പറഞ്ഞത് ഈ സരിനുമായി ബന്ധപ്പെട്ട്, സരിൻ വിദ്യാസമ്പന്നനാണ്, സൽഗുണ സമ്പന്നനാണ്, ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു ചെറുപ്പക്കാരൻ വേറെ ഇല്ല. ഈ സരിനല്ലേ മുഖ്യമന്ത്രിയെ കുറിച്ച് എന്തെല്ലാമാ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എടുത്തു നോക്ക്. കഴിഞ്ഞ കാലങ്ങളിൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് ഈ സരിൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മളാരും നമ്മുടെ ഒന്നും ഫേസ്ബുക്കിൽ നോക്കേണ്ടതില്ല, അദ്ദേഹത്തിന്റെ വാളിലുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലുണ്ട്. ഇവിടെ പ്രതിപക്ഷ നേതാവും VD സതീശനും തമ്മിലുള്ള സംസാരമാണ്. അവരുടെ സ്വകാര്യ സംഭാഷണം പിന്നെ ലീക്ക് ചെയ്ത് പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഒരാളും പരമാറി എന്ന് പരസ്യമായി വിളിച്ചിട്ടില്ല, ഒരാളും നികൃഷ്ടജീവി എന്ന് പരസ്യമായി വിളിച്ചിട്ടില്ല, ഒരാളും കുലകൊത്തി എന്ന് വിളിച്ചിട്ടില്ല, ഒരാളും ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. സാക്ഷാൽ VS അച്യുതാനന്ദനെ ബിംബം ചുമക്കുന്ന കഴുത എന്ന് വിളിച്ചിട്ടുള്ളത് DYFIയുടെ നേതാക്കളാണ്. പത്രങ്ങളെല്ലാം അടിച്ചു വന്നിട്ടുണ്ട്. പത്രത്തിൽ അടിച്ചു വന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഞാൻ തയ്യാ. ഇതൊരു നടത്തു പോണ മാതിരില്ല. ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാർ ഇന്നും പത്രസമ്മേളനം നടത്തി അതിനെ സംബന്ധിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പത്രം വായിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ ചാനൽ കാണുന്നില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് സഹതാപം മാത്രമേ ഉള്ളൂ. കൈരളി ഉൾപ്പെടെയുള്ളപ്പോ കൈരളി ചാനൽ എന്ന് വെച്ച് നോക്കും. മിനിമം കൈരളിക്ക് ഒന്ന് കാണും, കൈരളി ചാനലിൽ ഒന്ന് കാണും. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? പോലെ ഒരു നേതാവിന്റെ വായിൽ നിന്ന് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ഇത്രയും സമുന്നതനായ ഒരു നേതാവിന്റെ കയ്യിൽ നിന്ന് ആ വായിൽ നിന്ന് ഒരു മറുപടി കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് സാർ. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. UDFന്റെ സ്ഥാനാർത്ഥി ഞങ്ങളുടെ ആശയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട്, UDFന്റെ പ്രകടന പത്രിക മുന്നിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചിരിക്കുന്നു. ആർക്കും വോട്ട് ചെയ്യാം. സ്ഥാനാർത്ഥി അവതരിപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ വോട്ട് ചെയ്യാം.
അങ്ങോട്ടൊരു ചോദ്യം ആ, ചോദിക്കാം. കോലശക്തിയോട് ഇങ്ങോട്ട് വന്ന് ചോദിച്ചു. ആ, മദനി എന്ന് പറയുന്ന ആ. ഭീകരനെ ആ. ഈ പോസ്റ്ററിൽ അടിച്ചു വെച്ച് ആ. വോട്ട് ചോദിച്ച ഈ ഏ റഹീം. റഹീമിനോട് ആ. മാപ്പ് പറയാൻ പറയോ? ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചു തീർക്കട്ടെ. ആ. ഒരു ചോദ്യം. ആ. മദനിയുടെ ഫോട്ടോ വെച്ച് ആ. വോട്ട് ചോദിച്ച CPM ആ CPM മാപ്പ് പറയണമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഒന്ന്. ഒരു രണ്ട്. ചോദ്യം മതി. ഒരു- ഒരെണ്ണം കൂടി ഉണ്ട്. ഒരെണ്ണം കൂടി. ഇപ്പോഴത്തേക്ക് ഒരെണ്ണം മതി. നിങ്ങൾ പറഞ്ഞു ആ. ഞങ്ങൾക്ക് വർഗീയതയില്ല. ആ. ശരി, ഞാനത് അംഗീകരിക്കുക. ആ. അങ്ങനെയാണെങ്കിൽ മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമി അല്ലാന്ന് ഈ റഹീമിനെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഞാൻ അംഗീകരിക്കാം. പറ. എന്താ ഉറക്കം വരുന്നു. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.